നമസ്കാരം. ഞാൻ ഷാനവാസ് വക്കീൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് എനിക്ക് ഈ അടുത്ത ദിവസം വന്ന ഒരു കേസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. 68 വയസ്സായ ഒരു മനുഷ്യൻ 53 ദിവസം ജയിലിൽ കിടന്ന്, നിരപരാധിയായ മനുഷ്യനാണ്, ജയിലിൽ കിടന്നു. അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. അപ്പോ 65 വയസ്സ് വരെ അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്തു, അധ്വാനിച്ച് 3 പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ചയച്ചു, നാട്ടിൽ വന്നു, വിശ്രമ ജീവിതം നയിച്ചു വരവേ ഒരു ദിവസം ഭാര്യ പറഞ്ഞു, പിന്നെ വീട്ടിൽ പർപ്പടമില്ല എന്ന് പറഞ്ഞു. 10-12 മണിയായപ്പോൾ പറഞ്ഞു പർപ്പടം കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. അപ്പൊ ബിരിയാണിയും എന്താ കണ്ടേ ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു ശരി ഞാൻ പോയി പർപ്പടം വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ബൈക്കും എടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് റിമോട്ട് ഏരിയയിൽ നിന്നാണ് വന്ന് മെയിൻ റോഡിൽ വന്ന്, മെയിൻ കടയിൽ വന്ന്, ജംഗ്ഷനിൽ വന്നുള്ള കവലയിൽ വന്ന് പർപ്പടം വാങ്ങിക്കുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ വരുന്ന വഴിമധ്യേ വെച്ച് ഒരു ചെറുപ്പക്കാരൻ കൈ കാണിച്ചു. അവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടി തന്നെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ കൈ കാണിച്ചതും അവിടെ നിർത്തി അദ്ദേഹത്തിനെ കയറ്റി. എവിടെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം സംസാരിച്ച് വന്ന് ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് കൈ കാണിച്ചു വണ്ടിയാണ്. അപ്പൊ ഈ ബാക്കിലിരിക്കുന്ന പയ്യന് ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ കൈ കാണിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പം ഈ ബാക്കിൽ ഇരുന്ന പയ്യൻ എടുത്താടി എഴുന്ന ഓടി. പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ചു അവനെ. എന്നിട്ട് ഇയാളുടെ ഈ വണ്ടി ഓടിച്ചു വന്ന ഇദ്ദേഹത്തിന്റെ ചാബിയും ഊരിയെടുത്തു. നിൽക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു സാർ ഇങ്ങനെ വഴിയിൽ വന്ന് കയറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്കാരെല്ലാം ഇവിടെ കൂടി. ആൾക്കാരെല്ലാം കൂടിയിട്ട് അവർ പറഞ്ഞു ഇതിനകത്ത് ഇദ്ദേഹം മാന്യനാണ്, 60-68 വയസ്സുവരെ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് വന്ന ഒരു മനുഷ്യനാണ്, 3 മക്കളെയൊക്കെ കൊണ്ട് മാന്യമായി ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു. പക്ഷേ പോലീസ് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇദ്ദേഹത്തിനെ വിടാൻ പറ്റില്ല, കാരണം നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അവിടെ വന്ന് വാർഡ് മെമ്പറെ വിളിച്ചു. ആ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർക്ക് തയ്യാറാക്കി പിടിച്ചെടുത്ത സാധനങ്ങളെ MDMA ബാഗ് പരിശോധിച്ചു. ബാഗ് പിടിച്ചുകൊണ്ടുവന്ന പയ്യനെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് MDMA ആയിരുന്നു, ഹൈ ക്വാളിറ്റിയിലുള്ള MDMA ആയിരുന്നു. പിടിക്കപ്പെട്ടു. അതിനിടയ്ക്ക് പത്രക്കാർ മറ്റുള്ള ചാനലുകളും എല്ലാം ഓടിയെത്തി അവിടെ വന്ന് ഈ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർക്ക് തയ്യാറാക്കി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ശേഷം പറഞ്ഞു പോലീസിന്റെ അടുത്ത് അവരുടെ ഭാഷ്യം അവരുടെ പറയുന്നതും ശരിയായ ഒരു കാര്യമാണ് അവർ പറയുന്നത്. കാരണം ഈ സാധനം എങ്ങനെ കിട്ടി, ആരുടെയിലാണ് ക്യാരിങ് നടത്തിയത്, ആരുടെ വണ്ടിയിലാണ് വന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ആ വണ്ടി കസ്റ്റഡിയിലെടുക്കണം, ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ എടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേസ് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇവനെ മാത്രം അവിടെ നിർത്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനകത്ത് സെൻസേഷനിലായതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് കൂടെ പ്രതികരണത്തെ പറ്റുമെന്ന് നിങ്ങൾ കോടതിയിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. കോടതിയിൽ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ 19 ദിവസം നിങ്ങൾ കിടക്കേണ്ടി വരും. ഇതിനകത്ത് MDMA ആണ്, ഹൈ ക്വാണ്ടിറ്റിയിലുള്ളതാണ്. നിങ്ങൾ കുറ്റം ചെയ്തില്ല എന്നറിയാം, പക്ഷേ നിങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സാധനം ക്യാരിങ് ചെയ്തിരിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളെ വണ്ടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞ് ശരി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവരുടെ വീട്ടിലും എല്ലാവരും വന്നു. അതായത് പർപ്പടം വാങ്ങിക്കാൻ വേണ്ടി വന്ന, ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് പർപ്പടം വാങ്ങിക്കാൻ വേണ്ടി വന്ന ആൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. 2:30 മണിയായിട്ടും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ സമ്മതിക്കും. പോലീസ് ഫോണെല്ലാം മാറ്റിവെച്ചു നിൽക്കുകയാണ്. ഒടുവിൽ അവര് പറഞ്ഞു വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞു. അവരെ വീട്ടിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അവരെ വീട്ടിൽ അറിയിച്ചു. മക്കളും എല്ലാവരും കൂടെയൊക്കെ ഓടി അവിടെ ചെന്നു. അപ്പോൾ സംഭവം ജയിലിൽ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കോടതിയിൽ പോയി പറഞ്ഞു, ജാമ്യക്കാരൊക്കെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു ജാമ്യക്കാരൻ ഇപ്പോൾ കൊണ്ടുവരണ്ട, നിങ്ങൾ കേസിന്റെ ഇത് പറഞ്ഞ ശേഷം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ജാമ്യം കിട്ടിയ ശേഷം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം 55 ദിവസം കിടന്നു. സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അദ്ദേഹം പുറത്തിറങ്ങി. ഞാൻ പറയാൻ വന്നത് നിരപരാധിയായ ആ 68 വയസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് ജീവിച്ച് നാട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കവേ വഴിമധ്യ വെച്ച് ഒരു ചെറുപ്പക്കാരന് ഒരു ലിഫ്റ്റ് കൊടുത്തു എന്ന കാരണം കൊണ്ട് അദ്ദേഹം 55 ദിവസം ജയിലിൽ കിടന്നത് മാത്രമല്ല, പത്രത്തിൽ ഫോട്ടോ വന്നു. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം മൊത്തവും നാണക്കേടുണ്ടാക്കി. ബന്ധുമിത്രാദികളുടെ ഇടയിൽ 3 പെൺമക്കളുടെ കെട്ടിച്ചയച്ചവരുടെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ. ഇതെല്ലാം സംജാതമായത് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണ്. ആ ചെറുപ്പക്കാരനെ കയറ്റാതിരുന്നു എങ്കിൽ ഒരു നിമിഷം ചിലപ്പോൾ അപ്പുറത്തോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് തോന്നും അയാളെ കൂടെ കയറ്റിക്കൊണ്ട് വരാമായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ നിമിഷം നമ്മൾ കാണിച്ച ഒരു സിമ്പതറ്റിക് മൈൻഡ് ഒരു ജീവിതകാലം മൊത്തവും നമ്മൾ ദുരിതത്തിലേക്ക്, ദുഃഖത്തിലേക്ക്, സമൂഹത്തിന് മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവണതയാണ് ആ ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചത്, ആ ചെറുപ്പക്കാരനെ കയറ്റി എന്നതുകൊണ്ട്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും വഴിമധ്യേ വെച്ച് അപരിചിതരെ ഒരു കാരണവശാലും വാഹനത്തിൽ കയറില്ല. 2 വീലർ ആയാലും 4 വീലർ ആയാലും നമ്മൾ കയറ്റരുത്.
അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. അത് ചിലപ്പം ബാഗ് ഉള്ളവനായിരിക്കാം, ബാഗ് ഇല്ലാത്തവനായിരിക്കാം. ഏതായാലും തന്നെയും അവന്റെ പോക്കറ്റിലോ അവന്റെ ബാഗിലോ എന്തെങ്കിലും സാധനങ്ങൾ, ഇന്നത്തെ അവസ്ഥയിലുള്ള മയക്കുമരുന്നുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് പിടിക്കപ്പെട്ട് നമ്മളും അതിന്റെ ഭാഗപാത്രമാകും. നമ്മളും അതിനോടൊപ്പം ഇൻവോൾവഡ് ആണ്, നമ്മളും കോ അക്യൂസ്ഡ് ആണ്. ഒരു കാരണവശാലും വഴിമധ്യേ വെച്ച് പരിചിതരോ അപരിചിതരോ ആരായിരുന്നാലും കൈ കാണിച്ച് നിർത്താതെ പോകുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് എന്റെ പൊതുവായ ഒരു അഭിപ്രായം. പിന്നെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന അത്രയ്ക്ക് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. പക്ഷേ അപരിചിതരെ ഒരു കാരണവശാലും നമ്മൾ വണ്ടിയിൽ കയറ്റരുത്. അങ്ങനെ ഒരു സസ്പെക്റ്റഡ് ഏരിയയിൽ വെച്ചത് ഒരാളിനെ കണ്ടാൽ തന്നെ നമ്മൾ അതിനെ ബന്ധപ്പെട്ട പോലീസ് അധികാരികളെയോ സ്ഥലത്തെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ബാഗും തൂക്കി ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ശ്രമിക്കുക, പൊതുജന മധ്യത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നമ്മൾ വഴിമധ്യേ അപരിചിതരെ ലിഫ്റ്റ് കൊടുക്കരുത്, കയറ്റിക്കൊണ്ടുവന്ന് സ്ഥലത്ത് ഇറക്കി കൊടുക്കരുത്. അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഒരു ജന്മം മൊത്തവും നമ്മൾ സമൂഹത്തിന് മുന്നിൽ തല കുനിച്ച് നമ്മളെ ബ്ലാക്ക് സ്പോട്ട് വീണ് നമ്മൾ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആരും തന്നെ ഇത് മനസ്സിലാക്കി ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു പ്രവണത നിർത്തി അപരിചിതരെ സഹകരിക്കുന്നതും സഹവർത്തിത്വം നടത്തുന്നതും ഒഴിവാക്കി മുമ്പോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് എനിക്ക് വന്ന ഒരു കേസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് പൊതുജന മധ്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. എല്ലാവർക്കും പുനർവിചിന്തനം ഉണ്ടാകട്ടെ. നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.